ഹായ് ഗൈസ്. അപ്പൊ നിങ്ങൾ കാനഡയിൽ PR നേടാനായിട്ട് ബ്രിട്ടീഷ് കൊളംബിയ PNB ആണ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. അതായത് ജൂലൈ മാസം തുടങ്ങിയതിനു ശേഷം ഫസ്റ്റ് ഡ്രോ കണ്ടക്ട് ചെയ്തിരിക്കുകയാണ് BC-PNB. ജൂലൈ 9, 2026 വിളിച്ചിരിക്കുന്നത്. ഇതിൽ വിളിച്ചിരിക്കുന്ന സ്കോർ എത്രയാണ്, എത്ര പേർക്കാണ് കിട്ടിയിരിക്കുന്നത്, ഏതൊക്കെ സെക്ഷനിലാണ് ITA പോയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ ഫ്യൂച്ചറിൽ കാനഡയിലേക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും BC-യിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. നമുക്കറിയാം BC ഗവൺമെന്റ് PNB കണ്ടക്ട് ചെയ്യുന്നത് 3 സെക്ഷനായിട്ടാണ്. കെയർ ഉണ്ട്, ബിൽഡ് ഉണ്ട്, ഇന്നോവേറ്റ് ഉണ്ട്. ഇന്നോവേറ്റിന്റെ കാര്യം പറയുവാണെങ്കിൽ ലാസ്റ്റ് മാസം വിളിച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ 18 വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഈ വട്ടം വിളിച്ചിട്ടില്ല. ഈ വട്ടം വിളിച്ചിരിക്കുന്ന പറഞ്ഞാൽ കെയറിലും വിളിച്ചിട്ടുണ്ട്, ബിൽഡിലും വിളിച്ചിട്ടുണ്ട്. ഈ ബിൽഡ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഫീൽഡോട് ബന്ധപ്പെട്ടിട്ട് അതുപോലെ സ്കില്ലായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള IT ആണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. കെയർ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ, അതുപോലെ ഏർലി ചൈൽഡ് എഡ്യൂക്കേറ്റർ. ഈ വട്ടം കെയറിൽ വിളിച്ചിരിക്കുന്നത് ചൈൽഡ് കെയർ എന്ന് പറഞ്ഞ ഫീൽഡാണ് വിളിച്ചിരിക്കുന്നത്. അതായത് ഏർലി ചൈൽഡ് എഡ്യൂക്കേറ്റർ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഡ്രോ ആണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ പറഞ്ഞ ഏർലി ചൈൽഡ് എഡ്യൂക്കേറ്റർ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും പ്രൊവിൻസിൽ നിന്ന് BC-യിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കോർ BC-യിൽ എത്ര ആയിരിക്കും എന്നുള്ളതൊന്ന് കാൽക്കുലേറ്റ് നോക്കുക. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ കാനഡയിലേക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും, ആ ഫീൽഡ് ജോലി കിട്ടാനായിട്ടുള്ള കോഴ്സൊക്കെ എടുത്ത് പഠിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ BC ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം 108 എന്ന് പറഞ്ഞ സ്കോറിലാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഏകദേശം 91 പേർക്കുള്ള IT പോകുന്നുണ്ട്. അപ്പൊ ഈ കെയർ എന്ന് പറഞ്ഞ സെക്ഷനിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏർലി ചൈൽഡ് എഡ്യൂക്കേറ്റർക്ക് മാത്രമായിട്ടൊരു ഡ്രോ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ലൊരു കാര്യമാണ്. ആ സെക്ഷനിൽ ആ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ IT പോകത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ആ ഫീൽഡൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ PR-ലേക്ക് എത്തിപ്പെടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് നിങ്ങൾക്ക്. പിന്നെ വിളിച്ചിരിക്കുന്നത് പറഞ്ഞാൽ കേരള ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ ഫീൽഡാണ് വിളിച്ചിരിക്കുന്നത്. അതിലെ ഹെൽത്ത് കെയർ സെക്ഷനിൽ പെടുന്ന എല്ലാ ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്കും IT പോകുന്നതായിരിക്കും. സ്കോർ നോക്കുവാണെങ്കിൽ 96 വിളിച്ചിരിക്കുന്നത്. ഏകദേശം 116 പേർക്കാണ് IT പോയിരിക്കുന്നത്. പിന്നെ വിളിച്ചിരിക്കുന്ന പറഞ്ഞാൽ കെയർ എന്ന് പറഞ്ഞ സെക്ഷനിൽ തന്നെ വെറ്റിനറി കെയർ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഫീൽഡിൽ വിളിച്ചിട്ടുണ്ട്. അതിൽ 2 സെക്ഷൻ വരുന്നുണ്ട്. അതായത് എല്ലാ ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്കും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആനിമൽ ഹെൽത്ത് ടെക്നോളജിസ്റ്റ് ആൻഡ് വെറ്റിനറി ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞ ഒരു ജോലിയുണ്ട്. അവർ NOC കോഡ് വരുമ്പോഴത്തേക്ക് 32,104 വരുന്നത്. അപ്പൊ എല്ലാവർക്കും കൂടെ വിളിച്ചിരിക്കുന്നത് സെയിം സ്കോറിലാണ് വിളിച്ചിരിക്കുന്നത്. 88 എന്ന് പറഞ്ഞ സ്കോറിലാണ് IT കൊടുത്തിരിക്കുന്നത്. പക്ഷെ 5 പേര് താഴെ ആൾക്കാർക്ക് മാത്രമേ IT കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവർ IT കൊടുക്കുന്ന ആൾക്കാരെണ്ണം കുറവാണ്. പക്ഷെ സ്കോർ കുറച്ച് കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് മേ ബി ഈ പറഞ്ഞ 88 മേളിൽ സ്കോർ എത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വിളിക്കാൻ വേണ്ടി പോകുന്ന ഡ്രോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. പക്ഷെ എണ്ണം കുറവായിരിക്കാം. ഓരോ ഫീൽഡ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഓരോ നമ്പർ കോട്ടയുണ്ട്. അതനുസരിച്ചായിരിക്കും അവർ ഡ്രോ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഹെൽത്ത് കെയർ ഫീൽഡിൽ കുറച്ച് കൂടുതൽ ആൾക്കാരെ വിളിക്കുന്നുണ്ട്. പക്ഷെ വെറ്റിനറി കേസ് വരുമ്പോഴത്തേക്ക് ആൾക്കാർ എണ്ണം കുറവാണ് വിളിക്കുന്നത്. പക്ഷെ സ്കോറും കുറവാണ്. അപ്പൊ നിങ്ങൾ ആ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് ഇൻ ഫ്യൂച്ചറിൽ PR കിട്ടാനായിട്ടും. കാരണം അവർ ഡ്രോ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒഴിവാക്കുന്നില്ല അവരെ. പിന്നെ വിളിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ബിൽഡ് എന്ന് പറഞ്ഞ സെക്ഷനാണ് വിളിച്ചിരിക്കുന്നത്. അത് കൺസ്ട്രക്ഷൻ ട്രേഡിലാണ് വിളിച്ചിരിക്കുന്നത്. ഇതിലും കുറെ ജോലികൾ വരുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് സെൻട്രലിൽ കാറ്റഗറി ഡ്രോയിൽ ഒരു ട്രേഡ് ഉണ്ട്. അതിൽ കുറെ ജോലികളുണ്ട്. അപ്പൊ അതിലുള്ള കുറെ ജോലികൾ ഇതിനകത്ത് പെടുന്നില്ല. അപ്പൊ നിങ്ങൾ എക്സ്പ്രസ് സെൻട്രൽ വഴി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ട്രേഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അപ്പൊ നിങ്ങൾ BC-യിലേക്ക് മൂവ് ചെയ്തിട്ട് BC-PNB വഴി അപ്ലൈ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം ഈ ബിൽഡ് കൺസ്ട്രക്ഷൻ ട്രേഡ് എന്ന് പറഞ്ഞ ഫീൽഡ് നിങ്ങൾ ജോലി ചെയ്യുന്ന ആ ഫീൽഡ് ഉണ്ടോ ഇല്ലെന്നുള്ളത് ചെക്ക് ചെയ്യണം. ഞാൻ ചെക്ക് ചെയ്ത സമയത്താണെങ്കിൽ നമ്മുടെ കാറ്റഗറി ഡ്രോയിൽ വിളിക്കുന്ന എല്ലാ NOC കോഡുള്ള ജോലികളും ഇതിന്റെ അകത്തില്ല. സ്പെസിഫിക് ആയിട്ട് കുറച്ച് ജോലികൾ മാത്രമേ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കയറി കൺഫേം ചെയ്യുക. എന്നിട്ട് മാത്രമേ വേറെ പ്രൊവിൻസിൽ നിന്നൊക്കെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന ആൾക്കാർ മൂവ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. നിലവിൽ വിളിച്ചിരിക്കുന്നത് എല്ലാ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും IT പോകുന്ന തരത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സ്കോർ നോക്കുവാണെങ്കിൽ 97 വിളിച്ചിരിക്കുന്നത്. ഏകദേശം 136 പേർക്ക് IT പോയിട്ടുണ്ട്. അത് നല്ലൊരു ഡ്രോ ആയിരുന്നു. ഈ മാസം തുടങ്ങിയ ശേഷമുള്ള ഫസ്റ്റ് ഡ്രോ ആണ്. മേ ബി ഈ മാസം ഒരു വട്ടം കൂടെ ഡ്രോ നടത്താൻ ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ ഇന്നോവേറ്റിലായിരിക്കും വിളിക്കാൻ വേണ്ടി പോകുന്നത്. ആൾറെഡി അവർ കെയറും ബിൽഡും വിളിച്ചു. ചിലപ്പോൾ ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഒരു ഡ്രോയുടെ നടത്തും. അത് ഇന്നോവേറ്റിലായിരിക്കും വിളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ലാസ്റ്റ് വിളിച്ച് ഇന്നോവേറ്റ് സ്കോർ നോക്കുവാണെങ്കിൽ 136 വിളിച്ചിരുന്നത്. ഏകദേശം 149 പേർക്കാണ് IT പോയിട്ടുണ്ടായിരുന്നത്. മേ ബി ആ സ്കോറും അടുപ്പിച്ചുള്ള സ്കോറിലായിരിക്കും വിളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നോവേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈ എക്കണോമിക് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കുറെ ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് മാത്രമേ IT പോകത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ആ ഫീൽഡ് ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്കോർ ഇതിനടുപ്പിച്ചാണെന്നുണ്ടെങ്കിൽ മേ ബി നെക്സ്റ്റ് വിളിക്കാൻ വേണ്ടി പോകുന്ന ഡ്രോയിൽ IT കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ കുറെ പേർക്ക് ഉപകാരപ്പെടുന്ന വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കാനഡയ്ക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്, അവർ BC-PNB ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് വീഡിയോ അയച്ചു കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ കിട്ടുന്നതാണ്. വീണ്ടും സ്റ്റേ ട്യൂൺ. ബൈ.